നാളെ നബിദിനായതുകൊണ്ട് കുറച്ച് മുട്ടായികളൊക്കെ എൻ്റെ ഒപ്പം വാങ്ങിയിട്ടുണ്ട്. റാലിയിൽ പോകുമ്പോൾ കുട്ടികൾക്ക് മുട്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീച്ചിട്ട് കുളിച്ച് അതുപോലെ തന്നെ മുടിയൊക്കെ വാർന്നിട്ടുണ്ട്. എന്നിട്ട് ചായ എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ ഇങ്ങനെ പോയിരിക്കുകയാണ്. അപ്പം ഉമ്മ ഉണ്ട്, അപ്പം ചുടണു. എനിക്ക് അപ്പം ഇഷ്ടമല്ല, പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അമ്മ പുട്ട് ഉണ്ടാക്കി തരാറുണ്ട്. അങ്ങനെ റാലിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ദഫും അതുപോലെ സ്കൗട്ടും ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അനിയത്തി ഓരോ കൊഞ്ചരം കാട്ടി ഇങ്ങനെ നിൽക്കണുണ്ടില്ലേ. മഴയും നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം റാലി കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പെരയിലെത്തിയിട്ട് ഞങ്ങൾ 3 ആളെ മുട്ടായി കൊട്ടി വെക്കുകയാണ്. അപ്പോൾ കുറേ മുട്ടായികൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ 3 ആളുടെ ആയതുകൊണ്ട്. അതുമാത്രമല്ല എൻ്റെ ഉപ്പയും കുറച്ച് തന്നീന്ന് മുട്ടായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇപ്പം തേങ്ങാച്ചോറ് അതുപോലെ ബീഫ് കറിയായിട്ടും വരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടി നിന്നു. പിന്നെ രാത്രി അനിയൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. എൻ്റെ പുതിയ പർദ്ദയും പുതിയ ഷാളുമാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ പോവുകയാണ്. നല്ല മഴ ഒക്കെ ഉണ്ടായിരുന്നു. കാത്തിരുന്ന് കുറേ നേരമായപ്പോൾ എൻ്റെ അനിയൻ്റെ പരിപാടി. ഓൻ്റെതാണെങ്കിൽ 39ാമത്തെയാണ്. ഓരോ കുട്ടികൾ പാടി കഴിയുമ്പോഴത്തേന് കുറേ എടുക്കണുണ്ട്. ഓൻ്റെ കുറച്ച് വൈകിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ ഓരോ പരിപാടിയൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. പിന്നെ സമ്മാനം കൊടുക്കലായിരുന്നു. മുഖത്തൊരു സന്തോഷമില്ലെങ്കിൽ ഉള്ളിൽ പിരിയുന്ന സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്.